ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്, താലിമാറ്റൽ ചടങ്ങ്. അത് നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു ചടങ്ങ് നാളെ ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും അതിലേക്ക് പോകണമെങ്കിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ ശ്രുതിനെ കണ്ടുപിടിക്കുമോ, ശ്രുതിയുടെ അമ്മ ശ്രുതിനെ കണ്ടു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുമോ എന്നൊക്കെ ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് തന്നെയല്ലേ അതിൻ്റേതായ ഒരു ഇത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോഴേ ആ ഒരു സസ്പെൻസ് പൊളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതി വീട്ടിൽ വന്ന് ഇറങ്ങി. ഏതായാലും അവിടെ വന്ന് ഇറങ്ങിയതേ നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. കാരണം ഈ സത്യങ്ങളൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താകും ഏതാകും എന്നറിയില്ല. കൂട്ടുകാരിയാണെങ്കിൽ പറയുകയും ചെയ്തു, ഈ പ്രായമായവരൊക്കെ ഇങ്ങനെ ചികഞ്ഞൊക്കെ ഓരോന്ന് ചോദിക്കുന്നു. അതൊക്കെ ഓർത്ത് പേടിച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരി വരുന്നത്. ഏതായാലും പുള്ളിക്കാരി വന്ന ഉടനെ അകത്തേക്ക് കയറി വന്ന ഉടനെ ആദ്യമേ കണ്ടത് നമ്മുടെ ചന്ദ്രനെ തന്നെയാണ്. അങ്ങനെ ചന്ദ്ര ഓടി ചെന്നിട്ട്, ആ മോളെ നീ വന്ന മോളെ, ബാ കയറി ബാ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ജീവൻ വീണതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറൊന്നുമല്ല, അത്രയും നേരം മൂഡ് ഓഫ് ആയിട്ടിരുന്ന നമ്മുടെ ചന്ദ്ര ശ്രുതിനെ കണ്ട ഉടനെ തന്നെ വലിയ സന്തോഷത്തോടു കൂടി വിളിച്ച് അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്നു. ഇത് സുതിമോൻ റൂമിലുണ്ട്, മോള് കയറി വാ റൂമിലേക്ക് പോകാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് അച്ഛമ്മ എങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛമ്മ വന്ന ഉടനെ തന്നെ, അല്ല ഇതാരാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, ഇതാരാകും, അമ്മയൊന്ന് ഓർത്ത് നോക്കിക്കേ, അല്ല അമ്മയ്ക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അതെങ്ങനെ എനിക്കറിയാം, എനിക്ക് ഇവിടെ ഉള്ളവരെ പകുതി പേരെ അറിയില്ലല്ലോ, ഞാൻ എൻ്റെ നാട്ടിലല്ലേ ചന്ദ്രേ, പിന്നെ എങ്ങനെയാണ് ഈ പെങ്കൊച്ചിനെ എനിക്കറിയാവുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞേക്കാം, ദേ ഇതാണ് നമ്മുടെ സുധിയുടെ പെണ്ണ്. ഇതാണോ സുധിയുടെ പെണ്ണ്? അതെ, ഇതാണ് സുധിയുടെ പെണ്ണ്. കണ്ടില്ലേ എന്താ ചേർച്ചാന്ന്. അപ്പോൾ സുധി അടുത്ത് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരെ നോക്കിക്കേ, നല്ല ചേർച്ചയില്ലേ അമ്മേ? ഇങ്ങനെ വേണം, കണ്ടു കഴിഞ്ഞാൽ നല്ല ചേർച്ചയും ഉണ്ട്, അതിനൊത്ത പൊരുത്തവും ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇപ്പം ചേർച്ചയുടെ കാര്യമൊന്നും പറയണ്ട, ചേർച്ചയുടെ കാര്യമൊക്കെ പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് മതി. കാരണം വേറെ ഒന്നുമല്ല, ഈ ചേർച്ച ചിലപ്പം വിവാഹം കഴിഞ്ഞാൽ കാണണമെന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിൽ എന്തേ ഇവിടെ ആദ്യം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളില്ലേ പൂക്കാരി, അവളെപ്പോലെയല്ല ഈ കൊച്ചിനെ കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുക, അതിൻ്റേതായ ഒരു ചന്തം ആ മുഖത്തില്ലേ, ആ മുഖത്തേക്ക് നോക്കിയേ എന്താ ഐശ്വര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്ക് ഒട്ടും പിടിച്ചില്ല. രേവതിനെ അല്ലേ പറഞ്ഞത്, രേവതി അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട. ദേ എൻ്റെ പൊന്ന് ചന്ദ്രേ, ഇവൾ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യാറുണ്ടോ? മുഖത്തൊരു പൗഡർ പോലും ഇടാറില്ല, കണ്ണു പോലും എഴുതാറില്ല. എന്നിട്ടും എൻ്റെ രേവതി മോളുടെ ഐശ്വര്യം കണ്ടില്ലേ? അവളെ ഈ വീടിൻ്റെ മഹാലക്ഷ്മി, ഈശ്വരനായിട്ട് എൻ്റെ സച്ചി മോന് കൊണ്ടു കൊടുത്ത മഹാലക്ഷ്മി. ഏതായാലും രേവതിയുടെ അത്ര ആരും വരില്ല. പിന്നെ നീ പറയുന്നത് പോലെ അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആകെ മൊത്തം ശരീരമൊക്കെ കണ്ടിട്ട് ഒന്ന് പ്രസവിച്ച മട്ടുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി നമ്മുടെ ശ്രുതി അങ്ങ് വല്ലാണ്ടായിട്ടോ. ശ്രുതി പെട്ടെന്ന് ഉമിനീരൊക്കെ ഇങ്ങനെ കുടിച്ചിറക്കുകയാണ്, അന്താളിച്ചാ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? വീട്ടിൽ കയറി വന്ന ഒരു പെങ്കൊച്ചിനോടാണ് ഇതൊക്കെ പറയുന്നത്? ഓഹോ, അപ്പം നിനക്ക് മര്യാദയൊക്കെ അറിയാമല്ലേ ചന്ദ്രേ? ദേ മോളിങ്ങ് വന്നേന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഈ അച്ഛമ്മ വെറുതെ പറഞ്ഞാണ് കേട്ടോ. ദേ ഇവള് കണ്ടില്ലേ, ഇവള് എൻ്റെ മരുമകളാണ് കേട്ടോ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ ഞാൻ പറയണോ പ്രത്യേകിച്ച്? നിനക്ക് കുറച്ചൊക്കെ സ്വഭാവമൊക്കെ അറിയാമായിരിക്കുമല്ലേ? ഏതായാലും അറിഞ്ഞില്ലെങ്കിൽ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ നിന്നെ വലിയ സ്നേഹമൊക്കെയാണ് കേട്ടോ. ഏതായാലും മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വെറുതെ പറഞ്ഞതാ. അതുകൊണ്ട് മോള് ഈ അച്ഛമ്മയോട് പിണങ്ങുമൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു.
അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു സാരമില്ലമ്മേ, ഞാനത് അതിൻ്റെതായ രീതിയിലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര മോളെ ഇങ്ങ് വന്നേ, മോള് ഒരു കാര്യം ചെയ്യുക, അകത്ത് പോയി ശ്രുതിയുടെ കൂടെ കുറച്ച് നേരം ഇരുന്നൊക്കെ സംസാരിച്ചോ എന്നും പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് കൂട്ടിക്കോ അങ്ങോട്ട് അങ്ങ് പോയി കേട്ടോ. മരുമകൾ പുന്നാര മരുമകളല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ, അച്ഛൻ്റെ ബയോഡേറ്റയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാവുമല്ലോ. പക്ഷെ അച്ഛൻ്റെ കാര്യമൊന്നും അച്ഛമ്മ ചോദിച്ചില്ല കേട്ടോ. ഏതായാലും അകത്ത് കയറിപ്പോയി. അകത്ത് കയറിപ്പോയപ്പോൾ ചന്ദ്ര പറഞ്ഞു, എന്ത് ചെയ്യാനാ, ദേ മോക്ക് നല്ലൊരു അമ്മായിയമ്മേനെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അടാറ് സാധനമാണ്. അതാരാ മുതലെന്നറിയാമോ? എന്നെ കണ്ണിന് കണ്ടുവിടാം മോളെ. ഈ ഞാൻ പാവല്ലേ, മോക്ക് മനസ്സിലായില്ലേ? മോക്ക് ഒരുപാട് ഇഷ്ടമല്ലേ എന്നെ. എന്നിട്ടും ആ തള്ളയ്ക്ക് എന്നെ കണ്ണിന് കണ്ടുവിടാം. അവന് ആ തള്ളയ്ക്ക് രേവതി, എപ്പോഴും രേവതി പുരാണം മാത്രമേ ഉള്ളൂ. മോൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെയും കുറച്ച് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പതുക്കെ അടുത്തൊക്കെ പോയിട്ട് റൊമാൻസ് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അടുത്ത് മുഖം ഇങ്ങനെ ചേർക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ വിവാഹം കഴിഞ്ഞ് മതി എന്നൊക്കെ. ഒരകലം പാലിച്ച് തന്നെ ആട്ടോ നമ്മുടെ ശ്രുതി എത്രയ്ക്ക് കൊള്ളരുതാത്തവളാണെങ്കിലും നിൽക്കുന്നത്. ഇതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രേവതിയുടെ അമ്മയും അനിയനും അനിയത്തിയാണ്. അങ്ങനെ ഇവർ വന്ന് ഓട്ടോയ്ക്ക് ഇറങ്ങുന്നു. ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കൈ നിറയെ പൂക്കളും അതുപോലെ തന്നെ പലഹാരങ്ങൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. രേവതി ഇവരെ കണ്ട ഉടനെ ഓടിച്ചെന്ന് വാരി പുണർന്ന് അമ്മയെ കയറി വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രയ്ക്ക് ഇതെല്ലാം അങ്ങ് കണ്ടിട്ട് ദഹിക്കുന്നില്ല. അച്ഛമ്മയാണെങ്കിൽ ഓടിച്ചെന്ന് രേവതിയുടെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ കയറി വാ, എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, പൂക്കടയൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ തിരക്കി. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ മാറിയിട്ട് രൂക്ഷമായിട്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഓഹോ ബാക്കി വന്ന പൂ കുറേ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഏതായാലും പൂ പൈസ കൊടുത്ത് മേടിക്കണ്ട, അതിൽ നിന്നും ലാഭം കിട്ടും. പിന്നെ ഈ പഴവർഗ്ഗങ്ങളൊക്കെ വല്ല ഫുട്പാത്തൊന്നും മേടിച്ചതായിരിക്കും, അല്ലാതെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊന്നും ആകാൻ വഴിയില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അന്നത്തിന് പോലും വകയില്ലാത്തവരെ കുടുംബത്തിൽ കയറി വന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട്, ചന്ദ്രേ നിനക്ക് എന്ത് സൂക്കേടാ ചന്ദ്രേ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട രവിയേട്ടാ, എന്തിനാ വെറുതെ നല്ലൊരു ദിവസമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിലും ഇവരൊക്കെ കയറി വരുന്നതേ പ്രശ്നമാണല്ലോ ഈ വീട്ടിലുണ്ടാകുന്നത്. നിന്റെ മകൾ കാലെടുത്ത് കുത്തിയതേ പിന്നെ പറയാനൊന്നുമില്ല. വീടിൻ്റെ ഐശ്വര്യവും പോയി, ഭർത്താവിൻ്റെ ജോലിയും പോയി, വേലയും പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു, എടി ചന്ദ്രേ നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്, നീ മര്യാദയ്ക്ക് ചടങ്ങ് പ്രകാരം ആ പൂവും അതുപോലെ തന്നെ ആപ്പിളൊക്കെ മേടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ഇഷ്ടമില്ലാതെ നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തിനാ ഞാൻ മുൻപന്തി നിൽക്കുന്നത്? അതെ നിൻ്റെ മരുമകളാണ്, അപ്പം നീ തന്നെയാണ് മുൻപന്തി നിൽക്കേണ്ടത്. ഞാൻ ഒരു തവണ പറഞ്ഞു, ഇനി രണ്ടാമത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് ചന്ദ്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര ഫ്രണ്ടിലേക്ക് പോയിട്ട് ആ പൂ ഇങ്ങ് മേടിച്ചു കേട്ടോ. അപ്പോൾ രവീന്ദ്രനും കൂടെ ചേർന്നാണ് മേടിച്ചത്. അങ്ങനെ പൂ മേടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് അങ്ങോട്ട് പൂവും അതുപോലെ ഫ്രൂട്ട്സൊക്കെ രവീന്ദ്രൻ്റെ കൈ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോയി. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതെ വിവരവും ബോധവും ഇല്ല, നിങ്ങളത് കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. അവൾ അങ്ങനെയാണ്, നല്ല കുടുംബത്തിൽ നല്ല അവൾ വന്നിരിക്കുന്നത്, നല്ല സ്വഭാവവുമല്ല, എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല. പിന്നെ രേവതി മോൾക്ക് അറിയാമല്ലോ അവളുടെ സ്വഭാവം, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതിന് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതിനെ കണ്ട ഉടനെ അല്ല, ശ്രുതിയോട് രേവതി പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും അനിയത്തിയും അനിയനെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി വലിയ കാര്യമായിട്ട് വന്ന് മിണ്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയോട് ദേവു ചോദിച്ചു, അല്ല ഈ പെണ്ണാണോ ചേച്ചീനെ വേലക്കാരിയായിട്ട് വീട്ടിൽ വന്നപ്പോൾ കണ്ടത്? അതെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം എന്നിങ്ങനെ ദേവും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ട് രേവതിയുടെ അമ്മ അകത്തേക്ക് അങ്ങ് പോയിട്ടോ. എന്നിട്ട് വിശേഷമൊക്കെ തിരക്കാണ്, മോക്ക് എങ്ങനെയുണ്ട്, ബ്യൂട്ടി പാർലറൊക്കെ എങ്ങനെ പോകുന്നു, ഏതായാലും ഈ ഒരു പ്രായത്തിൽ സ്വന്തമായിട്ടൊരു കടയൊക്കെ ഇട്ടല്ലോ, അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ മോക്ക് അമ്മയില്ലാന്ന് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് അതും രേവതി മോള് പറഞ്ഞായിരുന്നു, സാരമില്ല കേട്ടോ. അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അത് പിന്നെ അമ്മയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ കിടന്നാണ് മരിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു മാനസികാവസ്ഥ എന്ന് ഓർത്തോണം. ജീവിച്ചിരിക്കുന്ന സ്വന്തം അമ്മ മരിച്ചു കഴിഞ്ഞാൽ കൂടി നമുക്ക് മരിച്ചു പോയി എന്ന് പറയാൻ വരുന്നൊരു സങ്കടം ഒന്ന് ഓർത്ത് നോക്കി. നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടം, ആ ഒരു സങ്കടം തെല്ലുമില്ലാതെ
ഒരു ദുഷ്ട സ്ത്രീ സംസാരിക്കുന്നത് പോലെയാണ് അപ്പോഴും ശ്രുതി സംസാരിച്ചത്. അതൊന്നും കാര്യമാക്കാതെ തൻ്റെ ജീവിതം മാത്രം മുന്നോട്ട് കണ്ട് അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു സീൻ തന്നെയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ ചോദിച്ചു, അല്ല മോളുടെ അച്ഛൻ എവിടെയാ, അച്ഛനുമായിട്ട് വഴക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, അല്ല മോളുടെ അച്ഛൻ എവിടെയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി, ഈ തള്ള എന്താ ഇതൊക്കെ ചോദിക്കുന്നത്, ഈ തള്ളയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻ്റർവ്യൂവിന് വന്നാന്ന് തോന്നുന്നില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള രീതിയിലാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് ശ്രുതി എല്ലാത്തിനും മുക്കി മൂളിയൊക്കെ മറുപടി പറഞ്ഞു. ഇതേ സമയം കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മ രേവതിയുടെ റൂമിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർ തമ്മിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രുതിയും രേവതിയുടെ അമ്മയും. അപ്പം ചന്ദ്ര വന്നിട്ട് പെട്ടെന്ന് ശ്രുതിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് റൂമിനകത്തേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പം അവർ വല്ലതും കൊണ്ടുപോയാലോ എന്ന് ഓർത്തിട്ടായിരിക്കാം, അതുപോലെ കുശുമ്പാണല്ലോ. അങ്ങനെ റൂമിനകത്ത് കൂട്ടിക്കൊണ്ട് പോയി ശ്രുതിയുടെ അടുത്താക്കി. എന്നിട്ട് പറഞ്ഞു, ഒത്തിരി ഒന്നും ആൾക്കാരോടൊന്നും സംസാരിക്കാൻ പോകണ്ട കേട്ടോ, അവരൊക്കെ കൊള്ളത്തില്ലാത്ത ആൾക്കാരാ, ഒരു കൾച്ചറും ഇല്ലാത്തവരാ, അതുകൊണ്ട് മോൾ ഒത്തിരി ഒന്നും സംസാരിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പായസം വരാമെന്നൊക്കെ പറഞ്ഞ് പായസം എടുക്കാനായിട്ട് പോയി. എന്നിട്ട് പായസം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മേ എനിക്ക് പായസം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നീ അതിന് പായസം കുടിക്കാറുണ്ടോ? എനിക്കിപ്പോൾ കുടിക്കാൻ തോന്നുന്നുണ്ട്, എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൽ പോരെ, ഞാൻ ഒരു സ്പൂൺ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മ സ്പൂൺ എടുത്തിട്ട് വരണ്ട, ഞാൻ പോയി സ്പൂൺ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ കുട്ടിക്ക്. ആ ഒരു ടൈമിൽ തന്നെ ശ്രുതിയുടെ അമ്മയും അടുക്കളയിലേക്ക് ചെല്ലുന്നത്. ഏതായാലും രണ്ടുപേരും ജസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെയാണ് ഒരാൾ പോകുന്നത്. അതായത് ശ്രുതിയുടെ അമ്മ വന്നപ്പോഴത്തേക്കും തന്നെ ശ്രുതി സ്പൂൺ എടുത്തുകൊണ്ട് അങ്ങ് പോയോണ്ട് അവർ തമ്മിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏതായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി എത്തി കഴിയുമ്പോഴത്തേക്കും വലിയൊരു അത്ഭുതം തന്നെയാണ്. അത്ഭുതമല്ല, സച്ചിക്ക് എന്താ പറയുക, സച്ചി ഇതുവരെ ശ്രുതിനെ കണ്ടിട്ടില്ലല്ലോ. ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണ് ശ്രുതിയാണ് എന്ന് പറയുന്നതല്ലാതെ കണ്ടിട്ടില്ല. ഇവർ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയവുമുണ്ട്. ശ്രുതിയും സച്ചിയും തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നമ്മുടെ വഴക്കും കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി വരുമ്പോഴത്തേക്കും സച്ചി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി വീട്ടിനകത്ത് നിൽക്കുക. ഇത് കണ്ടതും ഞെട്ടിപ്പോയില്ലേ സച്ചി, ഇവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഇതൊരു വിവരം കെട്ട പെണ്ണാന്നറിയത്തില്ലേ, ഇവളൊരു അഹങ്കാരിയാ, ഇവളെ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും എന്തോ പോലെ ആയിപ്പോയി. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ മോനെ ഈ പറയുന്നത്, ഇതാരാന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഇതാരാണെങ്കിലും എനിക്കറിയേണ്ട കാര്യമില്ല, കാരണം ഇവളൊരു അഹങ്കാരിയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ, അയ്യോ ഇയാളെന്താ ഇവിടെ, ഇയാളുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, ഒരു മാനേഴ്സ് ഇല്ലാത്തവനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയും പറഞ്ഞു, അതേതായാലും മോൾക്ക് മനസ്സിലായല്ലേ, തീരെ മാനേഴ്സ് ഇല്ലാത്തവൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് ശ്രുതി ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പോവുകയാണ്. കാരണം ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പരസ്പരം കണ്ടിട്ടുമില്ല, പക്ഷേ ഇപ്പോഴാണ് കാണുന്നത്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ പണ്ട് മുതലേ സച്ചിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതീനെ ഒരുക്കാനായിട്ട് ഇതിന് മുമ്പുള്ള സീനാണ് കേട്ടോ, ഇതിന് മുമ്പുള്ള സീനാണ് ഞാൻ പറയുന്നത്. സച്ചി വരുന്നതിന് മുമ്പ് തന്നെ രേവതീനെ ഒരുക്കാനായിട്ട് അച്ചമ്മ നമ്മുടെ ആരെ ഏൽപ്പിക്കുന്നത്, ശ്രുതിനെ ഏൽപ്പിക്കുക. ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നതല്ലേ. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ രേവതീനെ ശ്രുതി ഒരുക്കിക്കൊണ്ട് വരുന്നത്. എല്ലാവരും കണ്ണു വെച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ സുന്ദരിയാണ് ശ്രുതി ഒരുങ്ങി വരുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി വരുന്നതും സച്ചിയും കണ്ണു വെക്കുന്നുണ്ട് നമ്മുടെ രേവതീനെ. ഏതായാലും സച്ചിയും രേവതീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സുന്ദരിയാണോ എൻ്റെ ഭാര്യ എന്ന് തോന്നിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നമുക്ക് ഇതുവരെ ഏതായാലും താലിമാറ്റൽ ചടങ്ങ് എത്തിയിട്ടില്ല. അതിനു മുമ്പായിട്ട് തന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആര് തമ്മിൽ? ശ്രുതിയും ശ്രുതിയുടെ അമ്മയും കുട്ടിയും. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.